വന്നാ? എന്നെ ഉണ്ടമ്മേ പത്രത്തിൽ വിശേഷങ്ങള്. ഓ, പത്രത്തിൽ വിശേഷമല്ലേ ഉള്ളൂ. ഈ വീട്ടിൽ വന്ന് കേറി അന്ന് മുതൽ തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. നേരം വെളുത്ത വൈകുന്ന വരെ പണിയോട് പണി. ഒന്ന് കുത്തിയിരിക്കാൻ പോലും നേരമില്ല. കറണ്ട് ബില്ല് വന്ന് കിടപ്പുണ്ട്. ഗ്യാസ് ആണെങ്കിൽ തീരാറായി. ഇവിടെ ഒരു മനുഷ്യനുള്ളതാണെങ്കിലോ ഒന്ന് മിണ്ടാൻ പോലും നേരമില്ല. എന്റെ മരിയെ ഒന്ന് നിർത്തത്. അവൻ ഇപ്പൊ അങ്ങോട്ട് വന്ന് കരുതല്ലേ ഉള്ളൂ. അപ്പം തുടങ്ങും അവരുടെ ഒരു പരാതി പറച്ചില്. ആ സമാധാനമായിട്ടൊന്ന് ഇരുന്നോട്ടെ. നീ പോയി അടുക്കളയിൽ പോയി എന്തെങ്കിലും കുടിക്കാനാണ്. പപ്പ, എന്റെ ഐഫോണിന്റെ കാര്യം എന്തായി? നോക്കാം മോളെ, അടുത്ത മാസം മോൾക്ക് എന്തായാലും ഒരു ഐഫോൺ വാങ്ങിത്തരാം. അടുത്ത മാസമോ? 2 ദിവസം കഴിഞ്ഞ് എന്റെ ബർത്ത്ഡേ ആണെന്ന് അറിയാലോ. എന്തായാലും എനിക്കൊന്ന് ഐഫോൺ വേണം. ഇവിടെ കറണ്ട് ബില്ല് അടച്ചിട്ടില്ല. അപ്പഴാ അവളുടെ ഒരു ഐഫോൺ. ഉള്ള ഫോണും കൊണ്ടൊക്കെ നീ അങ്ങ് കഴിഞ്ഞാൽ മതി. പോയി ഇരുന്ന് പഠിക്കാൻ നോക്കാം. എന്നെ ആർക്കും വേണ്ടല്ലോ. എന്റെ ആഗ്രഹത്തിനൊന്നും ഒരു വിലയില്ലേ? എന്തൊരു കഷ്ടമാ, നശിച്ചൊരു വീട്. ഹലോ എടാ, നീ പറഞ്ഞത് ശരിയാ. ഈ വീട്ടിലൊന്നും ആർക്കും എന്നോട് ഒരു സ്നേഹവുമില്ല. എപ്പോൾ നോക്കിയാലും ഇല്ലായ്മയുടെ കുറെ കണക്കുകൾ മാത്രം. നീ പറഞ്ഞ പോലെ ഞാൻ ഇറങ്ങി വരട്ടെ നിന്റെ കൂടെ? ആ, 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അന്ന് രാത്രി ആവട്ടെ. എടാ, ആരോ വരുന്നുണ്ടെന്നാ തോന്നുന്നേ. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ മോളെ, ഹാപ്പി ബർത്ത്ഡേ. മോൾക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആയത്. ഞാൻ ചോദിച്ചത് വാങ്ങി തരാത്തോണ്ട് ഒരു ഗിഫ്റ്റും എനിക്ക് ആവശ്യമില്ല. മോളെ, നീ ഇതൊന്ന് തുറന്നു നോക്ക്. എന്റെ ആഗ്രഹത്തിന് എന്തെങ്കിലും വിലയുണ്ടോ? ഇതൊന്നും എനിക്ക് വേണ്ട. മോളെ, നീ രാത്രിയിൽ എവിടെ പോവാ? ഞാൻ സ്നേഹിക്കുന്ന ആളുടെ കൂടെ പോവാ. നീ സ്നേഹിക്കുന്ന ആളുടെ കൂടെയോ? ആ, അതെ. നിന്നെ ഞങ്ങളാരും സ്നേഹിക്കുന്നില്ലെന്നാണോ നീ പറയുന്നത്? എന്റെ മോൾക്ക് ഈ ലോകത്തെ കുറിച്ച് എന്തറിയാം? ചുറ്റും ചതിക്കുഴികളാ. നീ ഇങ്ങനെ ഇന്നലെ കണ്ട ഒരുവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടാൽ നിന്റെ ജീവന് തന്നെ ആപത്താ. പപ്പ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകും. നീ പോവല്ലേ മോളെ? നീ പോയാ പിന്നെ ഞങ്ങൾക്ക് ആരാടിയുള്ളത്? എനിക്ക് പോണം. നീ പോവല്ലേ മോളെ? മരിയ, എന്ത് പറ്റി ഇച്ചായ? മോള് നീ എങ്ങോട്ടാണ് ഈ രാത്രി ബാഗും നോക്കി? കേറി കേറി പോടി അകത്ത്. മോളെ, നീ ഇതുവരെ നിന്റെ അപ്പം മേടിച്ചു തന്ന സമ്മാനം തുറന്നു പോലും നോക്കിയില്ലേ? പാവമാണ് അവൻ. അവന് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഔസേപ്പിതാവിനെ പോലെ ശുദ്ധനാടിയവൻ. അല്ല, മിക്ക അപ്പന്മാരും ഇങ്ങനൊക്കെ തന്നെയാ. സ്നേഹം പുറമേ കാണിക്കാൻ അവർക്ക് അറിയത്തില്ല. സ്വന്തം കുടുംബത്തിന് വേണ്ടി പകലില്ലാത്ത കഷ്ടപ്പെട്ട് ജീവിതം തീർക്കുന്നാടിയവരൊക്കെ. എന്നിട്ടിപ്പോ ഏതോ ഒരുത്തൻ സ്നേഹത്തിൽ പൊതിഞ്ഞ് 2 പഞ്ചാര വർത്താനം പറഞ്ഞപ്പോ നീ ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നുപോയില്ലേ മോളെ? ഞങ്ങൾ ആരും നിനക്ക് വേണ്ടാത്തവരായി അല്ലേ? ഇതൊന്ന് തുറന്നു നോക്കിയാ. അവൻ ഓപ്പറേഷന് വേണ്ടി മാറ്റിവെച്ച പൈസയിൽ നിന്ന് എടുത്ത് മേടിച്ചതായത്. പപ്പ, എന്നോട് ക്ഷമിക്കണം പപ്പ. എനിക്ക് നിങ്ങളെ ആരെയും മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് ആർക്കും എന്നോടൊരു സ്നേഹവുമില്ലെന്ന. ഇന്നാ എനിക്ക് മനസ്സിലായത് സ്വന്തം സന്തോഷങ്ങൾ മാറ്റിവെച്ച് എന്റെ സ്വപ്നത്തിന് വേണ്ടി ജീവിക്കുന്നതാ എന്റെ പപ്പ എന്ന്. എനിക്ക് ഈ ഫോണൊന്നും വേണ്ട. എനിക്ക് മറ്റാരുടെ സ്നേഹവും വേണ്ട. എനിക്ക് എന്റെ പപ്പയെ മതി. എന്നോട് ക്ഷമിക്കും പപ്പ. മിന്നുന്നതെല്ലാം പൊന്നല്ല. നിശബ്ദമായി നമ്മെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. ആരും കാണാതെ കുടുംബത്തിനായി ജീവിച്ച ഔസേപ്പിതാവിനെ പോലെ ഓരോ അപ്പനും ഒരു യഥാർത്ഥ ഹീറോയാണ്.